നമസ്കാരം, വെൽക്കം ടു രസതന്ത്ര അക്കാഡമി. ഇന്ന് നമ്മൾ സൊല്യൂഷൻസ് എന്ന യൂണിറ്റിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. സോല്യുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. ഇതിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹെൻറീസ് ലോ? ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ആൻസർ പറയാൻ പോവാണ്. ഹെൻറീസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ സൊല്യൂഷൻ is directly proportional to its mole fraction in the solution. ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ അതിൻ്റെ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷനോട് പ്രൊപ്പോർഷണലാണ്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ P is equal to KH into chi, where P is the partial pressure of the gas, KH is known as Henry's law constant, and chi is the mole fraction of the gas in solution. ഒരു ലിക്വിഡിൽ ഗ്യാസ് ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ ആ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ സൊല്യൂഷനിലുള്ള ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷനോട് പ്രൊപ്പോർഷണലാണ്. ഇതാണ് ഹെൻറീസ് ലോ. മനസ്സിലായല്ലോ? ഇനി KH എന്നുള്ള കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ, ഈ കോൺസ്റ്റൻ്റ് ഓരോ ഗ്യാസിനും യുണീക്കാണ്. ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. KH വാല്യൂ കൂടുന്തോറും സോല്യുബിലിറ്റി കുറയും. ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും ഒരു പ്രത്യേകത, KH വാല്യൂ കുറയുന്നത് ടെമ്പറേച്ചർ കുറയുമ്പോഴാണ്. അതായത് KH വാല്യൂ കുറവെന്ന് പറഞ്ഞാൽ സോല്യുബിലിറ്റി കൂടുതലായിരിക്കും. സോ ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഗ്യാസ് ഹാവ് മോർ സോല്യുബിലിറ്റി അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്. ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്വാട്ടിക് പ്ലാന്റ്സും ആനിമൽസും വാം വാട്ടേഴ്സിനേക്കാൾ കോൾഡ് വാട്ടേഴ്സിലാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ റീസൺ ഇതാണ്, സോല്യുബിലിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ അണ്ടർ കോൾഡർ കണ്ടീഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഫസ്റ്റ് വൺ, to increase the solubility of carbon dioxide gas in soft drinks and soda water, it is sealed under high pressure. സോഡ വാട്ടറിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഒക്കെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ സോല്യുബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്യാസിൻ്റെ സോല്യുബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഡ ബോട്ടിൽസ് ഒക്കെ ഹൈ പ്രഷറിലാണ് സീൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം അല്ലേ? നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വാട്ടർ ബോട്ടിൽസ്, സോഡ വാട്ടറോ അല്ലെങ്കിൽ ഈ കൊക്കോകോളയൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ യു ക്യാൻ സീ ബബിൾസ് കമ്മിങ് ഔട്ട്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദി ഡിക്രീസ്ഡ് പ്രഷർ. പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് സോല്യുബിലിറ്റി കുറയും, അപ്പോൾ ഗ്യാസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. ഇനി സെക്കൻഡ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, സ്ക്യൂബ ഡൈവേഴ്സ് അറിയാലോ. സ്ക്യൂബ ഡൈവേഴ്സ് ക്യാരി എ സിലിണ്ടർ ഓഫ് എയർ ടു ബ്രീത്ത് അണ്ടർ വാട്ടർ. ആസ് ദേ മൂവ് ഡൗൺ, ദി പ്രഷർ ഇൻക്രീസസ് and the solubility of nitrogen in blood increases. But when they come out of the water, the pressure is suddenly decreased and the solubility of nitrogen in blood decreases. What happens is, nitrogen bubbles will be formed in the blood as they come out of it. So these bubbles causes blockage of air, oxygen in blood capillaries of the concerned person, which leads to dizziness, nausea and even death. ഈ ഒരു കണ്ടീഷൻ്റെ പേരാണ് ബെൻസ്, BENDS. അപ്പോൾ ഈ ബെൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് സ്ക്യൂബ ഡൈവേഴ്സ് ക്യാരി എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. ഹീലിയം 11.7%, നൈട്രജൻ 56.2% ആൻഡ് ഓക്സിജൻ 32.1%. ബെൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിക്സ്ചറാണ് ഉപയോഗിക്കുന്നത്. ഈ മിക്സറിൽ ഹീലിയം ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീലിയത്തിൻ്റെ ബ്ലഡിലുള്ള സോല്യുബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഈസ് ഹീലിയം ഗ്യാസ് യൂസ്ഡ് ഇൻ ദി ഡൈവിംഗ് അപ്പാരറ്റസ്? ആൻസർ, ദി സോല്യുബിലിറ്റി ഓഫ് ഹീലിയം ഇൻ ബ്ലഡ് ഇസ് വെരി ലോ, ഹെൻസ് ഇറ്റ് പ്രിവെൻറ്റ്സ് ദി കണ്ടീഷൻ കോൾഡ് ബെൻസ് എമംഗ് ഡൈവേഴ്സ്. അപ്പോൾ അതാണ് ആൻസർ. തേർഡ് ആപ്ലിക്കേഷൻ, അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ്, മൗണ്ടൻ ഏരിയാസ് ഒക്കെ ഇല്ലേ, മൗണ്ടൻ ഏരിയാസിലൊക്കെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇസ് ലെസ് കമ്പയർഡ് ടു ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ അറ്റ് ദി സീ ലെവൽ. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദി ബ്ലഡ് ഓഫ് പീപ്പിൾ ലിവിങ് ദെയർ വിൽ ബി ലെസ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ മൗണ്ടനിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, മൗണ്ടൻ ക്ലൈംബേഴ്സ്, അവർക്കൊക്കെ അവരുടെ ബ്ലഡിലെ കോൺസെൻട്രേഷൻ, ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറവായി കഴിയുമ്പോൾ വീക്ക്നെസ് ഫീൽ ചെയ്യും. അതുപോലെ ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാനൊന്നും പറ്റില്ല.
This condition is known as anoxia. ഇനി ഈ ഭാഗത്തു നിന്ന് വരാവുന്ന ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം. Henry's law constant for carbon dioxide in water is 1.67 into 10 raised to 8 Pascal at 298 Kelvin. Calculate the quantity of carbon dioxide in 500 ml of soda water when packed under 2.5 atmosphere carbon dioxide pressure at 298 Kelvin. ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ ഇതിലെ ഡേറ്റയൊക്കെ ആദ്യം നോക്കുക എന്തൊക്കെയാണെന്ന്. കാർബൺ ഡയോക്സൈഡിൻ്റെ KH വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1.67 into 10 raised to 8 Pascal. പാർഷ്യൽ പ്രഷർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് 2.5 അറ്റ്മോസ്ഫിയർ. അത് നമ്മൾ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് പാസ്കലിലാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ യൂണിറ്റ്സ് എല്ലാം സെയിം ആയിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2.5 പാർഷ്യൽ പ്രഷർ എന്നുള്ളത് കാർബൺ ഡയോക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ നമ്മൾ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് ഈ ഇക്വേഷനിൽ അറിയാത്തത് അല്ലേ. പാർഷ്യൽ പ്രഷർ അറിയാം, KH അറിയാം, മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് അറിയില്ല. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ഫസ്റ്റ് അല്ലേ. അപ്പോൾ അത് ആദ്യം കാണാം. CO2 = P/KH. അത് 1.5 into 10 raised to -3 എന്ന് കിട്ടി ഉണ്ടോ. യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട്. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ കിട്ടിയത് മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ്. ഈ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസും കാർബൺ ഡയോക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾസും വേണ്ടേ. അപ്പോൾ ഇവിടെ ഇതാ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. 1.5 into 10 raised to -3 ആണ് കാർബൺ ഡയോക്സൈഡിൻ്റെ മോൾ ഫ്രാക്ഷൻ. അത് ഈ ഇക്വേഷനിൽ നമ്മൾ എഴുതി. ഇതിൽ NCO2 കിട്ടിയാലേ നമുക്ക് മാസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കാർബൺ ഡയോക്സൈഡിൻ്റെ മോളാർ മാസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടില്ലേ, കാർബൺ ഡയോക്സൈഡിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഈ NCO2 കിട്ടണം. ഇപ്പം നമുക്കത് അറിയില്ല. ഫോർ ദാറ്റ് വാട്ട് കെൻ യു ഡു? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണം ആദ്യം തന്നെ അല്ലേ. വാട്ടർ 500 ml എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 500 ml ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു 500 gram മാസ്. കാരണം 1 gram/cc ആണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ 500 ml ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 500 gram ഓഫ് വാട്ടർ തന്നെയാണ്. മാസ് ബൈ മോളാർ മാസ് നമ്പർ ഓഫ് മോൾസ് കിട്ടും. 500 gram by 18 is the molar mass of water. അത് 27.78 എന്ന് നമുക്ക് കിട്ടും. നേരത്തെ മിസ് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടോ. 500 by 18 27.78 മോൾസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് ഇവിടെ ഈ ഇക്വേഷനിലേക്ക് വരാം. ഡിനോമിനേറ്ററിൽ NCO2 നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം NCO2 is much less than NH2. അപ്പോൾ NCO2 by 27.78 that is 27.78 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ആണ്. is equal to mole fraction 1.5 into 10 raised to -3. So we will get the NCO2 that is number of moles of carbon dioxide as 0.041. അതിനെ നമ്മൾ കാർബൺ ഡയോക്സൈഡിൻ്റെ മോളാർ മാസ് 44 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് dissolved in 500 ml of water, soda water കിട്ടും. That is 1.8 gram approximately. Next topic, Raoult's law. ഇവിടെ നിന്ന് വരാവുന്ന ചോദ്യം, what is Raoult's law? Define Raoult's law എന്നൊക്കെ ചോദിക്കാറുണ്ട്. According to Raoult's law, vapor pressure of a liquid is directly proportional to its mole fraction in solution. Liquid solutions-നെ കുറിച്ചുള്ള ഒരു ലോയാണ്. ചിലപ്പോൾ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സോളിഡ് ലിക്വിഡ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ലോ തന്നെ പറയാറുണ്ട്. അപ്പോൾ വേപ്പർ പ്രഷർ എന്നുള്ള വാക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, പാർഷ്യൽ പ്രഷർ അല്ല. കാരണം പാർഷ്യൽ പ്രഷർ ഗ്യാസിനാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ പറയുക. വേപ്പർ പ്രഷർ ഒരു ലിക്വിഡിൻ്റെ വേപ്പർ സ്റ്റേറ്റിലുള്ള എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ലിക്വിഡാണ് സൊല്യൂട്ടും മറ്റൊരു ലിക്വിഡാണ് സോൾവെൻറ്റും. അപ്പോൾ വേപ്പർ പ്രഷർ of a liquid is directly proportional to its mole fraction in solution. അപ്പോൾ ഇവിടെ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്, P1 is equal to P10 into Chi1.
അതുപോലെ P2 is equal to P20 into chi2. ഇനി P1, P2, P10, P20 എന്താണെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. രണ്ട് കമ്പണൻസ് ഉള്ള സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പണന്റിനെ 1 എന്നും മറ്റേ കമ്പണന്റിനെ 2 എന്നും എടുത്തിരിക്കുന്നു. P1 എന്ന് പറയുന്നത് സൊല്യൂഷനിലുള്ള കമ്പണന്റ് 1ന്റെ വേപ്പർ പ്രഷർ, P2 എന്നുള്ളത് സൊല്യൂഷനിലുള്ള കമ്പണന്റ് 2ന്റെ വേപ്പർ പ്രഷർ. P10 എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ അല്ലാതെ P1 മാത്രമായിട്ട് ലിക്വിഡ് 1 മാത്രം ഉള്ളപ്പോൾ അതിന്റെ വേപ്പർ പ്രഷർ എന്തായിരിക്കും? അതാണ് P10 എന്ന് പറയുന്നത്. P20 എന്ന് പറയുന്നത് P2 എന്ന ലിക്വിഡ് മാത്രം ഉള്ളപ്പോൾ അതിന്റെ വേപ്പർ പ്രഷർ എത്രയാണോ അതാണ് P20. അതിന് പറയുന്നത് പ്യോർ കമ്പണന്റിന്റെ വേപ്പർ പ്രഷർ ആയിട്ടാണ് പറയുന്നത്. chi1 and chi2 നിങ്ങൾക്കറിയാം, മോൾ ഫ്രാക്ഷൻസ് ഓഫ് കമ്പണന്റ് 1 ആൻഡ് കമ്പണന്റ് 2 റെസ്പെക്റ്റീവ്ലി. ഡാൾട്ടൺസ് ലോ അനുസരിച്ച് ടോട്ടൽ പ്രഷർ ഓഫ് എ സിസ്റ്റം ഇസ് ഈക്വൽ ടു ദി സം ഓഫ് ദി പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ രണ്ട് കമ്പണൻസ് ഉണ്ട്, അവരുടെ രണ്ടുപേരുടെയും വേപ്പർ പ്രഷേഴ്സ് P1ഉം P2 ആണ്. അപ്പോൾ P2 ടോട്ടൽ എന്ന് പറയുന്നത് P1 പ്ലസ് P2, ദാറ്റ് ഈസ് ഈക്വൽ ടു P10 ഇൻറ്റു chi1 പ്ലസ് P20 ഇൻറ്റു chi2. കണ്ടോ? ഇനി ആ P10 chi1 പ്ലസ് P20 chi2 എന്നുള്ളതിൽ chi1 അല്ലെങ്കിൽ chi2 നമുക്കിതേ 1 മൈനസ് chi1 ഇസ് ഈക്വൽ ടു chi2 അല്ലെങ്കിൽ 1 മൈനസ് chi2 ഇസ് ഈക്വൽ ടു chi1 അങ്ങനെയും എടുക്കാം. ബിക്കോസ് chi1 പ്ലസ് chi2 ഇസ് ഈക്വൽ ടു 1. സം ഓഫ് ദി മോൾ ഫ്രാക്ഷൻസ് ഓഫ് ദി കമ്പണൻസ് ഓഫ് എ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു യൂണിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ 1 മൈനസ് chi1 ഇസ് ഈക്വൽ ടു chi2 എന്നുള്ളത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഉണ്ടോ? P10 ഇൻറ്റു 1 മൈനസ് chi2 പ്ലസ് P20 ഇൻറ്റു chi2. അത് മൾട്ടിപ്ലൈ ചെയ്തു. P10 മൈനസ് P10 chi2 പ്ലസ് P20 chi2. അതിൽ നിന്ന് P10 പ്ലസ് P20 മൈനസ് P10 ഇൻറ്റു chi2 എന്നുള്ളൊരു റിലേഷൻഷിപ്പ് കിട്ടി. ദ സെയിം റിലേഷൻഷിപ്പ് 1 മൈനസ് chi2 എന്നുള്ളതിന് വരെ നമ്മൾ 1 മൈനസ് chi1 ആണ് എടുത്തിരുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു കിട്ടാം? P20 പ്ലസ് P10 മൈനസ് P20 ഇൻറ്റു chi1 നമുക്ക് കിട്ടിയാണ്. P total is equal to P10 plus P20 minus P10 into chi2. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കിട്ടി. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ്, ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ, P1 is equal to P10 into chi1, P2 is equal to P20 into chi2. both are important. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് chi1 chi2 എന്ന് പറയുന്നത് സൊല്യൂഷനിലുള്ള ഈ രണ്ട് ലിക്വിഡ്സിന്റെ വേപ്പർ പ്രഷറാണ്. ഇനി വേപ്പർ ഫേസിൽ മോൾ ഫ്രാക്ഷൻസ് ഉണ്ടാവും. കാരണം വേപ്പറായിട്ട് ഈ രണ്ട് ലിക്വിഡ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലുള്ള ഇവരുടെ മോൾ ഫ്രാക്ഷനെ നമ്മൾ y1 y2 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ P1 is equal to P total into y1 and P2 is equal to P total into y2. P1 ഉം P2 എന്ത് തന്നെയാണ്? വേപ്പർ പ്രഷർ തന്നെയാണ്. Raoult's law ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. Two liquids A and B forms a solution. The vapor pressure of pure component A is 450 mm mercury and that of B is 700 mm mercury. If the total vapor pressure of the solution is 600 mm mercury, calculate their composition in both solution and vapor phase. രണ്ട് ലിക്വിഡ്സ് A and B യെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. രണ്ടുപേരുടെയും സൊല്യൂഷൻ ഫേസിലെയും വേപ്പർ ഫേസിലെയും മോൾ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ അവരുടെ പ്യോർ കമ്പണൻസ് PA0 ആൻഡ് PB0 ആ വേപ്പർ പ്രഷേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ PAയും PBയും ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? P total is equal to P10 plus P20 minus P10 into chi2 എന്നൊരു ഇക്വേഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? അത് നമ്മൾ ഈ എയുടെയും ബിയുടെയും ടേംസിലേക്ക് നമുക്ക് മാറ്റാം. P total is equal to PA0 plus PB0 minus PA0 into chi b. അപ്പോൾ ടോട്ടൽ വേപ്പർ പ്രഷർ നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 600 is equal to 450. പ്യോർ കമ്പണന്റ് എയുടെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട് 450 പ്ലസ് സെക്കൻഡ് കമ്പണന്റിന്റെ വേപ്പർ പ്രഷർ 700 മൈനസ് 450 ഇൻറ്റു chi b. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ ഫേസിലുള്ള കമ്പണന്റ്
ബിയുടെ വേപ്പർ പ്രഷർ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം അല്ലേ. കൈ ബി, യു ക്യാൻ ഫൈൻഡ് കൈ ബി, ആൻഡ് കൈ ബി ഈസ് ഫൗണ്ട് ടു ബി 3/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6. ഇവിടെ പോയിന്റ് കാണുന്നില്ല, 0.6. കൈ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 കമ്പോണൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ 1 മൈനസ് കൈ ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ എ കിട്ടും, ആൻഡ് കൈ എ ഈസ് 0.4. ഓക്കെ, ഇനി സൊല്യൂഷൻ ഫേസിലെ മോൾ ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേപ്പർ ഫേസിൽ കിട്ടണം. വേപ്പർ ഫേസിൽ കിട്ടണമെങ്കിൽ നമുക്ക് പി എ ആൻഡ് പി ബി കൂടെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ ഫോർ ദാറ്റ് വാട്ട് വിൽ വി ഡു? എന്ത് ചെയ്യും? ഇക്വേഷൻ ഇങ്ങനെയാണ്: y a into p total, p a is equal to y a into p total, p b is equal to y b into p total. അപ്പോൾ നമുക്ക് ആദ്യം p a കണ്ടുപിടിക്കാം, p b കണ്ടുപിടിക്കാം. p a 0 into chi a, similarly p b is equal to p b 0 into chi b. അപ്പോൾ അതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ആ പോയിന്റ് കാണുന്നില്ല കേട്ടോ, 0.4 and 0.6 മോൾ ഫ്രാക്ഷൻസ്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് വൈ എ വൈ ബി കിട്ടും ആസ് 0.3 and 0.7 ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഓൾ ദിസ്. ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സോളിഡ് ഒരു ലിക്വിഡ് സോൾവെൻറ്റിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കുറയും. അപ്പോൾ അതാണ് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇസ് ആഡഡ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ സർഫസിലുള്ള സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ എണ്ണം സൊല്യൂട്ട് മോളിക്യൂൾസ്, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് മോളിക്യൂൾസ് ആഡ് ചെയ്യുമ്പോൾ കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് എസ്കേപ്പിംഗ് ഇൻ ടു ദി വേപ്പർ ഓൾസോ ഡിക്രീസസ്. അതുകൊണ്ടാണ് വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ വേപ്പർ പ്രഷർ സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ ഈ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിനെ പി എസ് എന്നാണ് എഴുതിയിരിക്കുന്നത് റൗൾട്ട്സ് ലോ പ്രകാരം, പി എസ്. അപ്പോൾ ഈ ലിക്വിഡ് മാത്രമുള്ളപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷറിനെ P0 എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. പി എസ് ഇസ് ഈക്വൽ ടു P0 ഇൻറ്റു കൈ. കൈ ഇസ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ലിക്വിഡ് ഇൻ ദി സൊല്യൂഷൻ. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്ന് ചോദിക്കാം, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്ന് ചോദിക്കാം. So what should be answer for ideal solutions? An ideal solution is a solution which obeys Raoult's law over the entire range of concentration at all temperatures. എല്ലാ കോൺസെൻട്രേഷനിലും റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് എന്ത് പറയുന്നത്? ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ? ഒന്ന്, ദി എൻതാൽപ്പി ഓഫ് mixing. Enthalpy of mixing is 0. Change in volume is equal to 0. അതായത് നമ്മൾ രണ്ട് ലിക്വിഡ്സിനെ മിക്സ് ചെയ്യുമ്പോൾ എൻതാൽപ്പി ചേഞ്ച് ഇല്ല എങ്കിൽ അതൊരു ഐഡിയൽ സൊല്യൂഷനാണ്. അതുപോലെ തന്നെ ഈ രണ്ടുപേരെയും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വോളിയം ചേഞ്ച് ഒന്നും ഉണ്ടായില്ലെങ്കിൽ then it is an ideal solution. ഐഡിയൽ സൊല്യൂഷൻസിന് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. മിക്സ്ചർ ഓഫ് ethyl bromide and ethyl iodide, benzene and toluene, normal heptane and normal hexane, അങ്ങനെ ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ചില സൊല്യൂഷൻസ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആകുന്നത്? സോ ഹൗ കെൻ യു ഡിഫൈൻ നോൺ ഐഡിയൽ സൊല്യൂഷൻസ്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആർ സൊല്യൂഷൻസ് വിച്ച് ഡു നോട്ട് ഒബേ റൗൾട്ട്സ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻസ്. അതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ലിക്വിഡ്സ് എ ആൻഡ് ബി മിക്സ് ചെയ്യുമ്പോൾ ചില സൊല്യൂഷൻസ് റൗൾട്ട്സ് ലോ ഒബേ ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. വൺ ഇസ് നോൺ ആസ് പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് ദി അതർ ഇസ് നോൺ ആസ് നെഗറ്റീവ് ഡീവിയേഷൻ. ക്വസ്റ്റ്യൻ: വാട്ട് ഇസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ? പോസിറ്റീവ് ഡീവിയേഷൻ മീൻസ് the vapor pressure of the solution will be greater than that predicted by Raoult's law. ഈ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ റൗൾട്ട്സ് ലോ പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. എ ഇൻട്രാക്ഷൻസ്, ബി ഇൻട്രാക്ഷൻസ്, എ ബി ഇൻട്രാക്ഷൻസ് ഉണ്ടാവും എയും ബിയും മിക്സ് ചെയ്യുമ്പോൾ, ഇല്ലേ?
അതിൽ എ ബി ഇൻട്രാക്ഷൻസ്, രണ്ട് ലിക്വിഡ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, അവരൊറ്റയ്ക്കുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടല്ലോ, എ ഇൻട്രാക്ഷൻസും ബി ഇൻട്രാക്ഷൻസിനേക്കാൾ വീക്കാണെങ്കിൽ എ മോളിക്യൂൾസും ബി മോളിക്യൂൾസും വേപ്പറായിട്ട് എസ്കേപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഫോർ എസ്കേപ്പിംഗ് ദേ വിൽ അബ്സോർബ് എനർജി ഫ്രം ദി നെയ്ബർഹുഡ്. എൻഡോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. അപ്പോൾ കൂളിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ വേപ്പർ ഉള്ളതുകൊണ്ട് വേപ്പർ പ്രഷർ വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് പ്രെഡിക്റ്റഡ് ബൈ റൗൾട്ട്സ് ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ വാട്ടർ ആൽക്കഹോൾ മിക്സ്ചർ, കാർബൺ ഡൈസൾഫൈഡ് അസറ്റോൺ മിക്സ്ചർ എക്സെട്ര. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് മെന്റ് ബൈ നെഗറ്റീവ് ഡീവിയേഷൻ? നെഗറ്റീവ് ഡീവിയേഷൻ മീൻസ് the vapor pressure of the solution will be less than that predicted by Raoult's law. ഇനി ഇതെന്തുകൊണ്ടായിരിക്കും? എയും ബിയും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി ഇൻട്രാക്ഷൻസ് വിൽ ബി സ്ട്രോങ്ങർ ദാൻ എ ആൻഡ് ബി ഇൻട്രാക്ഷൻസ്. മനസ്സിലായല്ലോ? നേരത്തെ എ ബി ഇൻട്രാക്ഷൻസ് വീക്കർ ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ എ ബി ഇൻട്രാക്ഷൻസ് സ്ട്രോങ് ആയിരിക്കും. എ ബി ഇൻട്രാക്ഷൻസ് സ്ട്രോങ് ആവുമ്പോൾ എ ആയിട്ട് എ മോളിക്യൂൾസിനും ബി മോളിക്യൂൾസിനും വേപ്പറായിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവർ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഡിക്രീസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്. അപ്പോൾ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ആണ് നെഗറ്റീവ് ഡീവിയേഷനിൽ നടക്കുന്നത്. മനസ്സിലായോ? സോ ദിസ് ഇസ് നോൺ ആസ് നെഗറ്റീവ് ഡീവിയേഷൻ. എക്സാമ്പിൾ ക്ലോറോഫോം നൈട്രിക് ആസിഡ് മിക്സ്ചർ, അസറ്റോൺ അനിലിൻ മിക്സ്ചർ, ബെൻസീൻ ക്ലോറോഫോം മിക്സ്ചർ എക്സെട്ര. ഇനി അടുത്ത ചോദ്യം, പോസിറ്റീവ് ഡീവിയേഷൻ്റെയും നെഗറ്റീവ് ഡീവിയേഷൻ്റെയൊക്കെ ഗ്രാഫ്സ് വരച്ച് കാണിക്കാൻ പറയും. അല്ലെങ്കിൽ ഗ്രാഫുകൾ തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണെന്ന് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ്റെ നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെയും ഗ്രാഫ്സ് കാണാം. ഫസ്റ്റ് ഗ്രാഫ് നോക്കൂ, വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ്. അതിൽ ലെഫ്റ്റ് എൻഡിൽ കൈ എ 1 എന്ന് എഴുതിയിട്ടുണ്ട്, കൈ ബി 0 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് കൈ എ മാത്രം ഉള്ളപ്പോഴാണ് കൈ എ 1 ആവുന്നത്. കമ്പണൻറ്റ് 1 മാത്രം ഉള്ളപ്പോഴാണ് കൈ എ 1 ആവുന്നത്. ഇനി റൈറ്റ് എൻഡിൽ കൈ ബി ഇസ് ഈക്വൽ ടു 1 ആൻഡ് കൈ എ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആ പോയിന്റിൽ കമ്പണൻറ്റ് ബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കൈ ബി ഇസ് ഈക്വൽ ടു 1 എഴുതിയിരിക്കുന്നത് അല്ലേ. ഇനി ഈ ഗ്രാഫ് ഇൻക്രീസിങ് വേപ്പർ പ്രഷർ ഓഫ് component B, and this graph, this line indicates the increase in partial pressure of component A. അപ്പോൾ ഇവിടെ PA0 കാണാം, ഇവിടെ PB0 കാണാം, പ്യുവർ കമ്പണൻസിൻ്റെ വേപ്പർ പ്രഷേഴ്സ്. ഇനി ആ PA0യും PB0യും ജോയിൻ ചെയ്ത് ഇടയിൽ കാണുന്നത് എന്താണ്? ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് കമ്പണൻറ്റ് A ആൻഡ് കമ്പണൻറ്റ് B. ഇനി പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷൻ്റെയും ഗ്രാഫ്സ് നോക്കൂ. ഐഡിയൽ കേസ് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഡാഷ്ഡ് ലൈൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പോസിറ്റീവായ, അതായത് ഇൻക്രീസ്ഡ് വേപ്പർ പ്രഷർ നോക്കൂ, ഇങ്ങനെ സോളിഡ് ആയിട്ടുള്ള ലൈൻസ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതേസമയം നെഗറ്റീവ് ഡീവിയേഷൻ നോക്കൂ, താഴത്തേക്കാണ് കർവ് ചെയ്തിരിക്കുന്നത് അല്ലേ, ബിലോ ദി ഐഡിയൽ ലൈൻസ്. റൗൾട്ട്സ് ലോ പ്രകാരം പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന ഐഡിയൽ പ്രഷർ ലൈൻസ് കണ്ടല്ലോ, അതിനെ താഴോട്ടായിരിക്കും, അതിൻ്റെ താഴോട്ടായിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കേണ്ടത്, അതിൻ്റെ മുകളിലായിട്ടായിരിക്കും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കേണ്ടത്. അണ്ടർസ്റ്റുഡ്? ഇത് വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം, ഈ ഡയഗ്രാം അറിയണം. ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ അസിയോട്രോപ്സ്? അസിയോട്രോപ്സ് ആർ സൊല്യൂഷൻസ് ഹാവിംഗ് സെയിം കോമ്പോസിഷൻ in the liquid and in the vapor phase. They boil at a single temperature and the components cannot be separated using fractional distillation. Azeotrops എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് ആണ്. ഈ സൊല്യൂഷൻസ് സെയിം കോമ്പോസിഷൻ കാണിക്കും ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും. അതുകൊണ്ട് അവർ ഒരു സിംഗിൾ ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും. രണ്ട് ലിക്വിഡ്സും ഒരുമിച്ച് ഒരു ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും. മിക്സ്ചറായിട്ടാണല്ലോ ഇരിക്കുന്നത്, സൊല്യൂഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ട് ടൈപ്പ് അസിയോട്രോപ്സ് ഉണ്ട്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ
ethanol 95%, water 5% mixture. They boil at 351.1 Kelvin. ഇനി maximum boiling azeotrope. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് മാക്സിമം ബോയിലിംഗ് എസിയോട്രോപ്സ് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ, നൈട്രിക് ആസിഡ് 68% നൈട്രിക് ആസിഡ്, വാട്ടർ 32% മിക്സ്ചർ വിച്ച് ബോയിൽസ് അറ്റ് 393.5 Kelvin. Next question, what are colligative properties? How many colligative properties are there? Colligative properties are properties which depend only on the number of solute particles and not on their nature. Colligative properties എന്ന് പറഞ്ഞാൽ solute particlesന്റെ എണ്ണത്തെ മാത്രം ആശ്രയിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഏത് സൊല്യൂട്ട് ആണെന്നുള്ളതിനനുസരിച്ചിട്ടല്ല, പക്ഷെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ അനുസരിച്ചിട്ടാണ് colligative properties. There are 4 colligative properties, namely relative lowering of vapor pressure, elevation in boiling point, depression in freezing point, osmotic pressure. അങ്ങനെ 4 colligative പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓരോരുത്തരെയും നമുക്ക് കാണാം. കാരണം നമുക്ക് ഓരോരുത്തരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാത്തിനെയും കുറിച്ച് ചുരുക്കി എഴുതാനായിട്ടൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഒരു സൊല്യൂട്ട് സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. ലോവറിംഗ് ഒക്കേഴ്സ് അല്ലേ? ഇനി ലോവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഡെൽറ്റ P1 is equal to P10 minus P1. And what is P1? P1 എങ്ങനെ നമുക്ക് അറിയാമല്ലോ. റൗൾട്ട്സ് ലോ പ്രകാരം P1 is equal to P10 into Chi1 അല്ലേ? അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഡെൽറ്റ P1 is equal to ആ P10 നമ്മൾ കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുത്തിട്ട് P10 into 1 minus Chi1 എന്ന് കിട്ടിയില്ലേ ഇപ്പോൾ. ഇനി Chi1 plus Chi2 is equal to 1. So 1 minus Chi1 can be written as Chi2. അല്ലേ? 1 minus Chi1 നമുക്ക് Chi2 ആയിട്ട് എഴുതാം. So delta P1 can be obtained as P10 into Chi2. ഇനി P10 താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ P1 by P10 is equal to Chi2 എന്ന് കിട്ടിയില്ലേ? And what is Chi2? Chi2 is mole fraction of component 2. Chi2 is N2 by N1 plus N2. So relative lowering of vapor pressure is equal to N2 by N1 plus N2. ഇനി N2 എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. അത് സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ അപേക്ഷിച്ച് വളരെ ചെറുതായതുകൊണ്ട് അത് നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്നും അവോയ്ഡ് ചെയ്തിട്ട് അവിടെ N2 by N1 എന്നാക്കാം. The equation can be written as N2 by N1. P10 minus P1 by P10 is equal to N2 by N1. ഇനി N2 N1 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? N2 is W2 by M2. ഇവിടെ N2 എന്ന് പറയുന്നത് 2 എന്ന് ഉദ്ദേശിക്കുന്നത് സൊല്യൂട്ടിനെയാണ്, 1 എന്ന് ഉദ്ദേശിക്കുന്നത് സോൾവെൻറ്റിനെ. അപ്പോൾ N2 is equal to W2 by M2. M2 is molar mass of the solute and W2 is the mass of the solute. N1 is number of moles of the solvent. W1 is the mass of the solvent and M1 is the molar mass of the solvent. അപ്പോൾ നമുക്ക് ആ ബോക്സിലുള്ള ഇക്വേഷൻ നോക്കൂ. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു W2 ഇൻറ്റു M1 ബൈ M2 ഇൻറ്റു W1. ഈ റിലേറ്റീവ് ലോവറിംഗ് ഉപയോഗിച്ച് നമുക്ക് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം, സോൾവെൻറ്റിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം, ആ സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ യു ക്യാൻ ഡു മെനി തിങ്സ്. ബോക്സിൽ തന്നിരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം, കാരണം നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. അടുത്ത പ്രോബ്ലം നോക്കും. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ അറ്റ് 298 Kelvin is 23.8 mm mercury. 50 gram of urea is dissolved in 850 gram of water. Calculate the vapor pressure of water for this solution and its relative lowering. എല്ലാം തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? P10 എന്ന് പറയുന്നത് വാട്ടറിൻ്റെ
വേപ്പർ പ്രഷറാണ്, പ്യുവർ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ 23.8 mm. ഇനി വാട്ടറിൻ്റെ സൊല്യൂഷനിലുള്ള വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? P1 = P10 ഇൻറ്റു Chi1. അത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മോൾ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണം അല്ലേ? Chi1 കണ്ടുപിടിക്കണ്ടേ? Chi1 എങ്ങനെ കണ്ടുപിടിക്കും? Chi1 = N1/N1 + N2 and Chi2 = N2/N1 + N2. നമുക്ക് Chi1 മാത്രം മതി. Chi1 എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? സോൾവെൻ്റ് ആണ് അല്ലേ? സോൾവെൻ്റ് ഇസ് വാട്ടർ. 850 gram ആണ് മാസ്. 850 gram വാട്ടർ 850/18 മോളാർ മാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കിട്ടും. ഇനി N2 കണ്ടുപിടിക്കാൻ യൂറിയയുടെ ഫോർമുല NH2 ആണ്. നമുക്ക് മിക്കവാറും ഫോർമുല തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മോളാർ മാസ് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, പരീക്ഷയ്ക്ക് കേട്ടോ. അപ്പം 60 gram ആണ് യൂറിയയുടെ മോളാർ മാസ്. 60 ഇതിനകത്ത് മാസ് തന്നിട്ടുണ്ട് 50 gram. അപ്പോൾ യു വിൽ ഗെറ്റ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ ആസ് വെൽ. അപ്പോൾ യു കെൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദി മോൾ ഫ്രാക്ഷൻസ്. മോളാർ മാസ്, യൂറിയയുടെ മോളാർ മാസ് കണ്ടുപിടിച്ചു. Chi1 കണ്ടുപിടിച്ചു. Chi1 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ P1 കണ്ടുപിടിച്ചൂടെ? ബിക്കോസ് യു നോ വാട്ട് ഇസ് P10, നമുക്ക് തന്നിട്ടുണ്ടല്ലോ. സോ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് P1. ദാറ്റ് ഈസ് ദി വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്? റിലേറ്റീവ് ലോവറിംഗ് ΔP/P10 = N2/N1. This is the method. മനസ്സിലായല്ലോ പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടതെന്ന്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. എവറിത്തിങ് വാസ് ഗിവൻ ടു യു. ഇനി അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഒരു ലിക്വിഡ് എപ്പോഴാണ് ബോയിൽ ചെയ്യുന്നത്? ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് തുല്യമാവുമ്പോഴാണ് ഒരു ലിക്വിഡ് ബോയിൽ ചെയ്തു എന്ന് പറയുന്നത്. ഒരു സൊല്യൂട്ട് നമ്മൾ ലിക്വിഡ് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നു നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാക്കണം വേപ്പർ പ്രഷർ അല്ലേ? തുല്യമാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യം വരും. മനസ്സിലായോ? അപ്പോൾ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും ഇൻ ഓർഡർ ടു മേക്ക് ദി വേപ്പർ പ്രഷർ ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്നാലേ ബോയിൽ ചെയ്യുള്ളൂ. സോ the boiling point is increased or elevated when a solute is added to it. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ചേഞ്ച് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അതിനാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുക. ΔTB ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ΔTB = TB - TB0. ബോയിലിംഗ് പോയിന്റ് കൂടുകയല്ലേ ചെയ്തത്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി സൊല്യൂഷനെ നമ്മൾ TB എന്നും ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി പ്യോർ ലിക്വിഡിനെ TB0 എന്നും കൊടുത്തു. സോ ΔTB = TB - TB0. ആൻഡ് ദിസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ is proportional to molality of the solution. Change in temperature, molality of the solution. Boiling point ആണ്, temperature അല്ല. Change in boiling point is proportional to the molality of the solution. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഒരു കോൺസ്റ്റന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ it becomes ΔTB = KB × M. ആ KB എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിന് 2-3 പേരുകളുണ്ട്. മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ്, എബല്യോസ്കോപ്പിക് കോൺസ്റ്റന്റ്, ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ്. അങ്ങനെ 3 പേരുകളുണ്ട്. കണ്ടോ? KBക്കാണ് ആ പേരുകൾ. സോ ΔTB = KB × M ആൻഡ് ΔTB can be written as KB × 1000 × W2/M2 × W1. കാരണം ആ M എന്ന് പറയുന്നത് മൊളാലിറ്റി അല്ലേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഇൻറ്റു 1000 × W2/M2 × W1 എന്നൊക്കെ പറയുന്നത്. 1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആരെയാണ്? സോൾവെന്റ്. 2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൊല്യൂട്ടിനെ. അത് ഓർത്തിരിക്കണം കേട്ടോ. ഇനി അതുപോലെ വാട്ടറിൻ്റെ KB വാല്യൂ is 0.52 കിലോഗ്രാം കെൽവിൻ പെർ മോൾ. വാട്ടറിൻ്റെ വാല്യൂ ഓർത്തിരിക്കണം. KBയുടെ വാല്യൂ 0.52 ആണ് കേട്ടോ. ബോയിലിംഗ് പോയിന്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ് ഈ ഗ്രാഫ്, മനസ്സിലുണ്ടായിരിക്കണം. വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫാണ്. സോൾവെൻറ്റിൻ്റെ സൊല്യൂഷൻ്റെ സെപ്പറേറ്റ് കർവ്സ് കണ്ടോ.
അപ്പോൾ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എത്തുന്ന ടെമ്പറേച്ചർ അത് TB0 ആണ്. സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് തുല്യമാകുന്ന ടെമ്പറേച്ചർ TB ആണ്. സോ ദിസ് ചേഞ്ച് ഇസ് നോൺ ആസ് ഡെൽറ്റ TB. ഓക്കെ, നെക്സ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഒരു ലിക്വിഡിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക, ഡിപ്രസ് ചെയ്യാണ് ചെയ്യുക. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഒരു ലിക്വിഡ് ഫ്രോസൺ ആകുന്നത് എപ്പോഴാണ്, ഫ്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? അതിൻ്റെ ലിക്വിഡ് ഫേസും സോളിഡ് ഫേസും വേപ്പർ പ്രഷർ തുല്യമാകുമ്പോൾ. മനസ്സിലായോ? ലിക്വിഡ് ഫേസിൻ്റെ വേപ്പർ പ്രഷറും സോളിഡ് ഫേസിൻ്റെ വേപ്പർ പ്രഷറും തുല്യമാകുമ്പോഴാണ് ഫ്രീസിങ് നടക്കുന്നത്. ഇപ്പോൾ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഫ്രോസൺ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിന് തുല്യമാകുന്ന ഒരു പോയിന്റും സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഫ്രോസൺ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിന് തുല്യമാകുന്ന പോയിന്റ് നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്ന് കാണാൻ സാധിക്കും. സി, 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്. അതിൽ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ ടെമ്പറേച്ചർ നോക്കൂ, TF0, ദാറ്റ് ഈസ് ദി ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ്. അതേസമയം സൊല്യൂഷൻ ഫ്രോസൺ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനോട് തുല്യമാവുന്നത് TF ഇസ് എ സ്മോളർ ടെമ്പറേച്ചർ. TF0നേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് സംഭവിച്ചു. നൗ ഇനി എന്താണ് സംഭവിക്കുക? യു ക്യാൻ സീ ദി ചേഞ്ച്. ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു TF0 മൈനസ് TF. കാരണം TF0 ആണ് കൂടുതൽ, TF കുറയാണല്ലോ ചെയ്തത്, ഡിപ്രസ് ചെയ്യുകയാണല്ലോ ചെയ്തത്. ബട്ട് അഗൈൻ ഡെൽറ്റ TF ഇസ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. ആ എലിവേഷൻ പോലെ തന്നെ ഇസ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് നമ്മളവിടെ കോൺസ്റ്റൻ്റ് ഇട്ടു KF. നേരത്തെ KB ആയിരുന്നു, ഇത് KF ആണ്. സോ ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു KF ഇൻറ്റു W2 ഇൻറ്റു 1000 ബൈ W1 ഇൻറ്റു M1. ഉണ്ടോ? ആ ബോക്സിൽ ഇക്വേഷൻ കാണാം നിങ്ങൾക്ക്. W2 എന്ന് പറയുന്നത് മാസ് ഓഫ് ദി സൊല്യൂട്ട്, M2 എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്, W1 എന്ന് പറയുന്നത് മാസ് ഓഫ് ദി സോൾവെൻറ്റ്. KF is known as freezing point depression constant, molal depression constant or cryoscopic constant. മനസ്സിലായല്ലോ? അപ്പോൾ ആ ബോക്സിലുള്ള ഇക്വേഷൻ കാണാതെ അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഓസ്മോട്ടിക് പ്രഷർ. നാലാമത്തത് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോസിസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഓസ്മോസിസ് ഇസ് ദി പ്രോസസ് ഓഫ് ദി മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലേ? അതാണ് ഓസ്മോസിസ്. ഇവിടെ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ചേംബർ കാണാം നിങ്ങൾക്ക് അല്ലേ? സെമി പെർമിയബിൾ മെംബ്രെയിൻ, SPM ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. SPM എന്ന് എഴുതിയിരിക്കുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. സൊല്യൂഷനും കാണിച്ചിട്ടുണ്ട്, സോൾവെൻറ്റും കാണിച്ചിട്ടുണ്ട്. സൊല്യൂഷൻ്റെ മുകളിൽ ഒരു P അറ്റ്മോസ്ഫിയർ കാണാം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോൾവെൻറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ PATM എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അല്ലേ? പക്ഷേ സൊല്യൂഷൻ്റെ മുകളിലായിട്ട് ഒരു പൈ കണ്ടോ? PATM പ്ലസ് പൈ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഹിയർ ദറ്റ് പൈ റെപ്രസെൻറ്റ്സ് ഓസ്മോട്ടിക് പ്രഷർ. അതായത് ഓസ്മോട്ടിക് പ്രഷർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the pressure which should be exerted on the solution to just stop the process of osmosis. സോൾവെൻറ്റ് മോളിക്യൂൾസ് മാത്രമാണല്ലോ മൂവ് ചെയ്യുന്നത്. അപ്പോൾ സോൾവെൻറ്റ് മോളിക്യൂൾസ് കൂടുതലുള്ളത് എവിടെയാണോ അവിടെ നിന്ന് സോൾവെൻറ്റിൻ്റെ ലോവർ കോൺസെൻട്രേഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് നോർമൽ സിറ്റുവേഷനിൽ. അതായത് സോൾവെൻറ്റും സൊല്യൂഷനും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾവെൻറ്റ് വിൽ ബി മൂവിങ് ഫ്രം ദി സോൾവെൻറ്റ് സൈഡ് ടു ദി സൊല്യൂഷൻ സൈഡ്. അങ്ങനെയാണ് ഓസ്മോസിസ്. പക്ഷേ ഈ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ്, സൊല്യൂഷനിലേക്കുള്ള മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൊല്യൂഷൻ്റെ മുകളിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ സാധിക്കും. അപ്പോൾ ആ സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രഷർ, ആ പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൈ കൊണ്ടാണിത്
റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് പൈ ഇസ് പ്രൊപ്പോർഷണൽ ടു സി. ഇവിടെ മൊളാരിറ്റിയാണ്. എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റിലും ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റിലും നമ്മൾ മൊളാലിറ്റി LITY ആണ് എടുത്തത്. ഇത് പൈ ഇസ് പ്രൊപ്പോർഷണൽ ടു സി, കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് മൊളാരിറ്റി ആണ്. അപ്പം അത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. പൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു RT. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കഴിഞ്ഞാൽ പൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു RT എന്ന് കിട്ടും, വേർ R ഇസ് ദി ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആൻഡ് T ഇസ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സി എന്ന് പറയുന്നത് മൊളാരിറ്റി ആണല്ലോ, N2/V, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സോൾവെൻറ്റ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്, അതാണ് V. അപ്പോൾ N2/V. അപ്പോൾ പൈ ഇൻറ്റു V എന്ന് പറയുന്നത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ W2 ഇൻറ്റു RT/M2 എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. യു ഹാവ് ടു ലേൺ ദാറ്റ് ഇക്വേഷൻ ബൈ ഹാർട്ട്. ഓക്കെ, ഇനി ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് പ്രോബ്ലംസ് ചോദിക്കാം കേട്ടോ. ഇനി ഓരോ പ്രോബ്ലംസും കൂടെ ഡിസ്കസ് ചെയ്യാം നമുക്ക്. Question: boiling point of water at 750 mm mercury is 99.63 degrees Celsius. How much sucrose is to be added to 500 gram of water such that it boils at 100 degrees Celsius? വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 99.63 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ എത്രത്തോളം സൂക്രോസ് എന്ന സൊല്യൂട്ട് ആഡ് ചെയ്താലാണ് 500 ഗ്രാം അല്ലേ 500 ഗ്രാം വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യുക. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി മാസ് ഓഫ് സൂക്രോസ് അല്ലേ, W2 ആണ് നമുക്ക് കാണേണ്ടത്. ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു W2 ഇൻറ്റു 1000/W1 ഇൻറ്റു M2. അല്ലെ W2 സൂക്രോസിൻ്റെ എമൗണ്ട്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഡെൽറ്റ TB എങ്ങനെ കണ്ടുപിടിക്കും? 100 മൈനസ് 99.63 ഡിഗ്രി സെൽഷ്യസ്. KB ഞാൻ പറഞ്ഞു നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. വാട്ടറിൻ്റെ 0.52. W2 യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇൻറ്റു 1000/W1 500 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. M2 സൂക്രോസിൻ്റെ മോളാർ മാസ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. C12H22O11 ആണ് സൂക്രോസിൻ്റെ മോളിക്കുലാർ ഫോർമുല. ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി മോളാർ മാസ്. അവിടെ കണ്ടുവച്ചിട്ടുണ്ട് 342 ഗ്രാംസ് എന്ന് നമുക്ക് കിട്ടും. അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. And finally you will get the answer as 121.67 grams. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അത് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ്. KF വാല്യൂ ഉണ്ട്. KF വാല്യൂ ഓഫ് വാട്ടർ ശ്രദ്ധിച്ചോളൂ. അവിടെ 1.86 Kelvin kg/mol. KF വാല്യൂ ഓഫ് വാട്ടറും KB വാല്യൂ ഓഫ് വാട്ടറും നമ്മൾ ഓർത്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് ascorbic acid. ഫോർമുല തന്നിട്ടുണ്ട്. To be dissolved in 75 gram of acetic acid to lower its melting point by 1.5 degrees Celsius. KF for acetic acid is given. വാട്ടറിൻ്റെ ആണ് നമ്മളോട് ഓർത്തിരിക്കാൻ പറഞ്ഞത്. ബാക്കി സോൾവെൻസിനെയൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ തരുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിം ക്വസ്റ്റ്യൻ ആണ്, സിമിലർ ക്വസ്റ്റ്യൻ ആണ്. അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഡെൽറ്റ TF ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, നേരിട്ട് തന്നിട്ടുണ്ട്. നമ്മളായിട്ട് കണ്ടുപിടിക്കേണ്ട 1.5 ഡിഗ്രി സെൽഷ്യസ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാസ് തന്നെയാണ്, സൊല്യൂട്ടിൻ്റെ മാസ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. W2 itself, you have to find W2. നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് മോളിക്കുലാർ മാസ് ഒക്കെ തന്നിട്ടുണ്ട് ascorbic ആസിഡിൻ്റെ. സെയിം വേ മുകളിലത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 5.07 gram. Question: calculate the osmotic pressure in pascals exerted by a solution prepared by dissolving 1 gram of polymer of molar mass 1,85,000 and 450 ml of water at 37 degree Celsius. ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പാസ്കൽസിൽ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് 1 gram 1 gram പോളിമറാണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. പോളിമറിൻ്റെ മോളാർ മാസ് 1,85,000 ആണ്. 450 ml ഓഫ് വാട്ടറാണ് വോളിയം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പൈ ഇസ് ഈക്വൽ ടു N2/V ഇൻറ്റു RT അല്ലേ. അപ്പോൾ ആ N2 എന്നുള്ളതിന് W2/M2 നമുക്ക് എഴുതാമല്ലോ. 2 സ്റ്റാൻഡ്സ് ഫോർ സൊല്യൂട്ട്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ പോളിമറാണ് സൊല്യൂട്ട്. ഈ പോളിമറിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. അല്ല, മോളാർ മാസ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു കാൽക്കുലേറ്റ് ദി ഓസ്മോട്ടിക് പ്രഷർ. മാസ് ഇസ് ഓൾസോ ഗിവൻ. W2 is also given 1 gram. Molar mass is also given 1,85,000 grams.
അപ്പോൾ ആറിൻ്റെ വാല്യൂ നമ്മൾ ജൂൾസിലല്ല എടുക്കേണ്ടത്, ബാർ പെർ ലിറ്റർ പെർ കെൽവിനിൽ എടുക്കണം. 8.314 × 10⁻² എന്ന് എടുക്കണം. ഓക്കെ, മാത്രമല്ല പ്രഷർ പാസ്കൽസിലല്ലേ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇപ്പോൾ ബാർ പെർ ലിറ്റർ പെർ കെൽവിൻ എന്നുള്ള യൂണിറ്റിനെ നമ്മൾ പാസ്കലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് × 10⁵ കൂടെ ചെയ്യണം, പാസ്കൽസിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. കണ്ടോ, ആറിൻ്റെ വാല്യൂ ബാറിലത്തെ വാല്യൂ ആണ് നമ്മൾ എടുത്തത്, ആ ബാറിൽ നിന്നും നമ്മൾ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനാണ് 10⁵ പാസ്കൽസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ടീച്ചർ കാണിച്ചു തരാം. ഉണ്ടോ, πv, ദിസ് ഇസ് ദ ഇക്വേഷൻ അല്ലേ. π × π നമുക്ക് കാണണം. 450/1000. Why 450/1000? 450 is the volume of the solution. 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അത് ലിറ്ററിലേക്ക് മാറ്റാനാണ്, മൊളാരിറ്റി അല്ലേ. ഇനി 1 gram by 1,85,000 N2. ഇത് കണ്ടോ, W2/M2 എന്നുള്ളതാണിത്. പിന്നെ ആറിൻ്റെ വാല്യൂ 8.314 × 10⁻². അതിനെ പാസ്കലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 10⁵ പാസ്കൽ നിട്ടു. ഇനി ടെമ്പറേച്ചർ 310 Kelvin. You will get the osmotic pressure as 30.96 Pascal. Question: the osmotic pressure method is used to determine the molar mass of polymers and biomolecules. Why? Osmotic pressure method ആണ് ബയോമോളിക്യൂൾസിൻ്റെയും പോളിമേഴ്സിൻ്റെയൊക്കെ മോളാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, പ്രിഫർ ചെയ്യുന്നത്. വൈ? 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ബയോമോളിക്യൂൾസിൻ്റെയൊക്കെ കേസിൽ ഡീനേച്ചറേഷൻ സംഭവിക്കും ടെമ്പറേച്ചർ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിൽ ചെറിയൊരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് പോലും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ രീതിയിൽ കാണിക്കും. അണ്ടർസ്റ്റുഡ്? മൈന്യൂട്ട് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ പോലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷർ ഡിഫറൻസസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഡിറ്റർമിനേഷൻ എളുപ്പമാണ്, ഈസിയാണ്, ഒബ്സർവ് ചെയ്യാനായിട്ട് ഈസിയാണ്. പക്ഷേ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റും ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റും ഒന്നും അത്ര സെൻസിറ്റീവ് അല്ല. അതായത് ചെറിയ കോൺസെൻട്രേഷൻ ഡിഫറൻസസിലൊന്നും നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ചസ്, ബോയിലിംഗ് പോയിൻറ്റ് ടെമ്പറേച്ചർ ചേഞ്ചസും മെൽറ്റിംഗ് പോയിൻറ്റ് ടെമ്പറേച്ചർ ചേഞ്ചസ് ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് റൂം ടെമ്പറേച്ചറിലല്ലേ ക്യാരി ഔട്ട് ചെയ്യുന്നത്, അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ ദർ ആർ 3 റീസൺസ്. എക്സ്പ്ലെയിൻ ദ ടേംസ് ഐസോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് വിച്ച് ഹാവ് സെയിം ഓസ്മോട്ടിക് പ്രഷർ, അതിനെയാണ് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയിട്ടുള്ള 2 സൊല്യൂഷൻസിനെ നമുക്ക് ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയാം. എക്സാമ്പിൾ, ബ്ലഡ് ഇസ് ഐസോട്ടോണിക് വിത്ത് 0.9% m/v സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. നമുക്ക് ഇൻട്രാവീനസ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ഒക്കെ തരുന്നത് ഈ 0.9% m/v സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലാണ്. കാരണം ഓസ്മോട്ടിക് പ്രഷർ ചേഞ്ചസ് ഉണ്ടാവാൻ പാടില്ല, ഇല്ലെങ്കിൽ അപകടമാണ്, മരണം വരെ സംഭവിക്കാം. ഓക്കെ, ഇനി ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ള സൊല്യൂഷൻസിനെയാണ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഹൈപ്പർട്ടോണിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ നമ്മൾ RBC, നമ്മുടെ റെഡ് ബ്ലഡ് സെല്ല് ഇട്ട് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഹൈപ്പർട്ടോണിക് ആണ്. ഹൈപ്പർട്ടോണിക് എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് RBCയിൽ നിന്നും വെള്ളം അത് വലിച്ചെടുക്കും. സോ RBC വിൽ ഷ്രിങ്ക്. അണ്ടർസ്റ്റുഡ്? ഇനി ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവുള്ള സൊല്യൂഷനെയാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ RBC, റെഡ് ബ്ലഡ് സെൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോൾട്ട് കോൺസെൻട്രേഷൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ കുറവായതുകൊണ്ട് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നിന്നുള്ള സോൾവെൻറ്റ് RBC എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഇറ്റ് സ്വെൽസ് അപ്പ്. അപ്പോൾ 2 പ്ലേസ് ചെയ്താലും RBC വിൽ ഗെറ്റ് ഡാമേജ്ഡ്. സോൾട്ടി ഫുഡൊക്കെ ധാരാളം കഴിക്കുന്ന ആൾക്കാരുടെ ഇൻ്റർസെല്ലുലാർ സ്പേസസിലും ടിഷ്യൂസിലൊക്കെ ലിക്വിഡ് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് എഡെമ, EDEMA എന്ന് പറഞ്ഞ ഒരു അസുഖം. അണ്ടർസ്റ്റുഡ്? ഇനി അടുത്ത ടോപ്പിക്ക് റിവേഴ്സ് ഓസ്മോസിസ്. വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? വാട്ട് ഈസ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ? എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്.
റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഓസ്മോസിസിൻ്റെ ഒപ്പോസിങ് ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ്. ഇപ്പം ഓസ്മോട്ടിക് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഓസ്മോസിസ് നിൽക്കും എന്ന് പറഞ്ഞല്ലോ, ഇറ്റ് ജസ്റ്റ് സ്റ്റോപ്സ്. ബട്ട് ഇഫ് യു ഇൻക്രീസ് ദി പ്രഷർ ഓൺ ദി സൊല്യൂഷൻ greater than the osmotic pressure, what happens is solvent from its lower concentration will move to its higher concentration. അതായത് സോൾവെൻറ്റിൽ നിന്നും പ്യുവർ സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്ക് പോകുന്നതിന് പകരം സൊല്യൂഷനിൽ നിന്നും സോൾവെൻറ്റിലേക്ക് പ്യുവർ സോൾവെൻറ്റ് മൂവ് ചെയ്യും, തിരിച്ച് മൂവ് ചെയ്യും. എപ്പോൾ? when the pressure exerted on the solution is greater than the osmotic pressure. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, വാട്ടർ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡീസലൈനേഷൻ ഓഫ് വാട്ടർ എന്ന് പറയാം. ഷിപ്പിലൊക്കെ ഈ RO പ്രോസസ്സ് അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് സീ വാട്ടർ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് അവർ പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് അപ്പാരറ്റസ്. ഫ്രഷ് വാട്ടർ, സോൾട്ട് വാട്ടർ, SPM is semi-permeable membrane which is made up of a material called cellulose acetate. ഇതാണ് നമ്മുടെ സോൾട്ട് വാട്ടറിൻ്റെ മുകളിൽ, സൊല്യൂഷൻ്റെ മുകളിലായിട്ടാണ് ഓസ്മോട്ടിക് പ്രഷറിന് ഗ്രേറ്റർ ആയിട്ടുള്ള പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ ഈ സോൾട്ട് വാട്ടറിൽ നിന്നും പ്യുവർ വാട്ടർ ഈ ചേംബറിലേക്ക് പുറത്തേക്ക് വരും. അണ്ടർസ്റ്റുഡ്? ആൻഡ് ദി വാട്ടർ ഇസ് ഡീസലൈൻഡ് ഓർ പ്യൂരിഫൈഡ് ഫ്രം സോൾട്ട്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് റിവേഴ്സ് ഓസ്മോസിസിൻ്റെ ആപ്ലിക്കേഷൻ. 2008 ഫോക്കസ് ഏരിയയിൽ നിന്ന് ചോദിച്ച ചോദ്യം, എ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 15 gram യൂറിയയുടെ മോളാർ മാസ് തന്നിട്ടുണ്ട് 60 gram per mole. Per liter of the solution in water, it has the same osmotic pressure as a solution of glucose, molar mass 180 gram in water. Calculate the mass of glucose present in 1 liter of its solution. ഇപ്പോൾ തന്നിരിക്കുന്നത് 15 gram യൂറിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ 15 gram യൂറിയ ഡിസോൾവ് ചെയ്തപ്പോൾ ആ സൊല്യൂഷനിലെ ഓസ്മോട്ടിക് പ്രഷർ എത്രയാണോ അത് തന്നെയാണ് സം എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് 1 liter സൊല്യൂഷനിൽ തന്നെ ഇട്ടപ്പോൾ ഉണ്ടായ ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഈ രണ്ട് സൊല്യൂഷൻസിൻ്റെയും ഓസ്മോട്ടിക് പ്രഷർ തുല്യമാണെന്ന് പറഞ്ഞു. 15 gram in 1 liter water, x gram of glucose in 1 liter water. ആ x gram കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്ലൂക്കോസിൻ്റെ മാസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പൈ യൂറിയ ഇസ് ഈക്വൽ ടു പൈ ഗ്ലൂക്കോസ് അല്ലേ? ഓസ്മോട്ടിക് പ്രഷർ രണ്ടിൻ്റെയും തുല്യമാണ്. ആൻഡ് പൈ ഇസ് proportional to N2, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട്. പൈ ഈസ് ഈക്വൽ ടു CRT എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ ഇവിടെ വോള്യൂം ഓഫ് ദി സൊല്യൂഷനൊക്കെ തുല്യമാണ്, R സെയിം ആണ്, T സെയിം ആണ്, പൈ സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്, ഈ ഇക്വലൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്ലൂക്കോസിൻ്റെ വോള്യൂമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് 15 gram യൂറിയ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് യൂറിയ 60 gram. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് രണ്ടുപേരുടെയും സെയിം ആയിരിക്കണം, എന്നാലാണ് ഈ ഓസ്മോട്ടിക് പ്രഷർ തുല്യമാവുള്ളൂ. യൂറിയയുടെ 15/60, ഈ 60 gram മോളാർ മാസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 15 gram ഓഫ് യൂറിയ എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഗ്ലൂക്കോസിൻ്റെ ആണ് നമുക്കറിയാത്തത്, x gram എന്നെടുത്തു. ഗ്ലൂക്കോസിൻ്റെ മോളാർ മാസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി എക്സ് കണ്ടുപിടിച്ചൂടെ? യു ക്യാൻ ഫൈൻഡ് ഔട്ട് എക്സ് ഈസിലി. അപ്പോൾ ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ഇനി 2018 സേ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡ്രോ ദി വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് ഫോർ എ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഹാവിംഗ് പോസിറ്റീവ് ഡീവിയേഷൻ ഇഫ് എ ആൻഡ് ബി ആർ ദി ടു വോളറ്റൈൽ കമ്പണൻസ്. പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് നിങ്ങൾക്കറിയാം. ഇനി മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. കാൽക്കുലേറ്റ് ദി ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ 0.2 മോളാൽ സൊല്യൂഷൻ if Kb for water is 1.86 Kelvin kilogram per mole. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ TF, you have to find out delta TF. സൊല്യൂഷൻ്റെ മൊളാലിറ്റി തന്നിട്ടുണ്ട് 0.2.
KB നമുക്ക് തന്നിട്ടുണ്ട്. സോ ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു KF ഇൻറ്റു സ്മോൾ m അല്ലേ. നമുക്ക് KF തന്നിട്ടുണ്ട് 1.86, മൊളാലിറ്റിയും തന്നിട്ടുണ്ട് 0.2. ഇത് വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി 2019 ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന നോക്കാം. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഉണ്ട്. In a solution of components A and B at molecular level, AB interactions are weaker than those between AA or BB interactions. Then the type of deviation shown by this solution is called dash. AB interactions weaker ആണെന്നാണ് പറഞ്ഞത്. AA interactionsനേക്കാളും BB interactionsനേക്കാളും. What kind of deviation? ഏതാണ്? Positive deviation. So that is the next question. ഇനി വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? റൈറ്റ് എനി വൺ ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തോളൂ എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന്. സോ ദാറ്റ് വേർ ദി 2 ക്വസ്റ്റ്യൻസ്, ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി 2019 സേ എക്സാമിലുള്ള ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട്, വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത് വേപ്പർ പ്രഷറാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വേപ്പർ പ്രഷറിനെ റിലേറ്റഡ് ആയിട്ടുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ്, വെറും വേപ്പർ പ്രഷർ അല്ല. സോ വേപ്പർ പ്രഷർ ഇസ് ദി ആൻസർ. ഇനി 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോർ എഥനോൾ അസറ്റോൺ മിക്സ്ചർ solute solvent interaction is weaker than solute and solvent interaction. കേട്ടല്ലോ, solute solvent interaction is weaker than solute and solvent interaction. Does this solution obey Raoult's law? ഒബേ ചെയ്യുന്നുണ്ടോ? ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ സൊല്യൂട്ട് ഇൻട്രാക്ഷനും സോൾവെൻറ്റ് ഇൻട്രാക്ഷനും സോൾവെൻറ്റ് ഇൻട്രാക്ഷനും ഒക്കെ തുല്യമായിരിക്കണം. ഇവിടെ വീക്കറാണ്, AB ഇൻട്രാക്ഷൻസ് ആർ വീക്കർ. ദറ്റ് മീൻസ് ദിസ് സൊല്യൂഷൻ ഇസ് നോട്ട് എൻ ഐഡിയൽ സൊല്യൂഷൻ. ഇറ്റ് ഡസ് നോട്ട് ഒബേ റൗൾട്ട്സ് ലോ. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. നോ, ദിസ് സൊല്യൂഷൻ ഡസ് നോട്ട് ഒബേ റൗൾട്ട്സ് ലോ. എന്ത് ഡീവിയേഷനാണ് കാണിക്കുന്നത്? പോസിറ്റീവ് ഡീവിയേഷൻ, ബിക്കോസ് AB ഇൻട്രാക്ഷൻസ് ആർ വീക്കർ. ഇനി ക്വസ്റ്റ്യൻ B ഉണ്ട്. ഗിവ് ദി വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് ഫോർ ദിസ് സൊല്യൂഷൻ. അറിയാലോ വരയ്ക്കാനായിട്ട്, പോസിറ്റീവ് ഡീവിയേഷനുള്ള ഗ്രാഫ് വരയ്ക്കാനായിട്ട് അറിയാം. സോ ദാറ്റ് വാസ് ഓൾ. കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു ഫോക്കസ് ഏരിയയിൽ. റിവിഷൻ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ലോങ് ടേം മെമ്മറിയിലേക്ക് എല്ലാ കോൺസെപ്റ്റ്സും സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ടീച്ചർ കാണിച്ചു തന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബാക്കിൽ ഒത്തിരി പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്ത് നോക്കുക കേട്ടോ. കീപ്പ് വാച്ചിങ്. ഇനി അടുത്ത ക്ലാസ് ഉടനെ തന്നെ, ഈ ആഴ്ച തന്നെ ഒരു 2-3 ക്ലാസ്സും കൂടി ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. റിവിഷൻ ക്ലാസ്സസ് നമുക്ക് പെട്ടെന്ന് തീർക്കണമല്ലോ. സോ കീപ്പ് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.